നമസ്കാരം കൂട്ടുകാരെ, എല്ലാവർക്കും കോച്ചാർട്ടിംഗ് പവേർഡ് ബൈ ബ്രിട്ടിക്കൽ ടെക് മല്ലു മാർക്കറ്റ് പ്രൊഫൈൽ പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് ഏവർക്കും സ്വാഗതം. എല്ലായിടത്തും ശക്തമായ രീതിയിൽ മഴ പെയ്യുന്നുണ്ട്, കാറ്റ് വീശുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ജാഗ്രതയോടുകൂടി ഫാമിലിയോടൊപ്പം ഇരിക്കാൻ ശ്രമിക്കുക. സോ നമുക്കൊരു പവർ പാക്ഡ് ആയിട്ടുള്ള ഒരു മാർക്കറ്റ് പ്രൊഫൈൽ റിപ്പോർട്ടിലേക്ക് കടക്കാം. അതിനു മുമ്പ് കുറച്ച് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ആഴ്ചത്തെ വീക്കിലി റിപ്പോർട്ടും ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം നമുക്ക് മാർക്കറ്റ് പ്രൊഫൈലിൻ്റെ വീക്കിലിയുടെ ഡെയിലിയുള്ള അനാലിസിലേക്ക് നമുക്ക് കൃത്യമായ രീതിയിൽ നോക്കാം. സോ കഴിഞ്ഞ ആഴ്ച നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇതൊരു വീക്കിലി മാർക്കറ്റ് പ്രൊഫൈലിനെ ചാറ്റാണ്. കഴിഞ്ഞ ആഴ്ച നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും. മാർക്കറ്റ് പ്രൊഫൈൽ പ്രകാരം നമ്മുടെ കഴിഞ്ഞ ആഴ്ച 25,117 അല്ലെങ്കിൽ 25,075 ഭാഗത്ത് നിഫ്റ്റി സ്പോട്ടിൽ ഒരു ഫെയിൽഡ് ഓപ്ഷൻ ഉണ്ടായിരുന്നു. നമ്മൾ ആ ഫ്യൂച്ചർ പറയുകയാണെങ്കിൽ 25,117 ഭാഗത്താണ് ഫെയിൽഡ് ഓപ്ഷൻ വന്നത്. ആ ഫെയിൽഡ് ഓപ്ഷൻ താഴേക്ക് ഇറങ്ങി വന്ന് നമ്മുടെ ഫസ്റ്റ് ടാർഗറ്റ് നിന്ന് അതിന് താഴേക്ക് കൃത്യം 24,458 ഭാഗത്തൊക്കെ വന്നതിന് ശേഷം ഷഡേന്ന് കഴിഞ്ഞ വ്യാഴാഴ്ച മാർക്കറ്റ് തിരിച്ചു കയറി 24,600 മുകളിൽ ക്ലോസ് ചെയ്യുകയും ഇപ്പോൾ നമ്മുടെ മാർക്കറ്റ് ഏകദേശം ക്ലോസ് ചെയ്യിക്കുന്നത് 24,857 ഭാഗത്തൊക്കെയാണ് സ്പോട്ട് മാർക്കറ്റ് ക്ലോസ് ചെയ്തത്. ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ മാർക്കറ്റ് എങ്ങനെയാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്? കഴിഞ്ഞ താഴേക്ക് ഇറങ്ങി വന്ന് നമ്മൾ കൃത്യമായി പറഞ്ഞ POCയുടെ ഭാഗത്ത് വീക്കിലി POC ആയ 24,866 ഭാഗത്തേക്കാണ് നിഫ്റ്റി ക്ലോസ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾ നോക്കി അറിയാൻ പറ്റും. ബാങ്ക് നിഫ്റ്റി കഴിഞ്ഞ ആഴ്ച ഒരു കൃത്യമായി ഇത് ഫെയിൽഡ് ഓപ്ഷൻ ഒന്ന് താഴേക്ക് വരികയും ചെയ്യും. ബാങ്ക് നിഫ്റ്റി ക്ലോസ് ചെയ്തിരിക്കുന്നത് 55,398 ഭാഗത്താണ്. അതായത് നമ്മുടെ POC ആയ വീക്കിലി POC നിൽക്കുന്നത് 55,165 ഭാഗത്തും ബാങ്ക് നിഫ്റ്റി ക്ലോസ് ചെയ്യുന്ന വീക്കിലി വാല്യൂവിൻ്റെ ഹൈ ആയ 454 തൊട്ടടുത്തൊക്കെയാണ് ബാങ്ക് നിഫ്റ്റി ക്ലോസ്. ചുരുക്കി പറഞ്ഞാൽ ബാങ്ക് നിഫ്റ്റിയിൽ ഒരു ബ്രേക്ക് ഔട്ട് വരാൻ്റെ സമയം അതിക്രമിച്ച് കഴിഞ്ഞാൽ നിങ്ങൾ നോക്കിയറിയാം. കഴിഞ്ഞ 4 ആഴ്ചയായി, ഇപ്പോൾ 21 ഏപ്രിൽ തൊട്ട് കഴിഞ്ഞ 5 ആഴ്ചയായിട്ട് ബാങ്ക് നിഫ്റ്റി 54,200-നും 56,200 ഇടയ്ക്കുള്ള ഒരു 2000 പോയിന്റിൻ്റെ അകത്ത് കിടന്ന ബാങ്ക് നിഫ്റ്റി കൃത്യമായിട്ട് കളിക്കുന്നത്. നമുക്ക് ഇന്നലെ ന്യൂസ് വന്നു. നമ്മളിപ്പം എന്താണ് ലോകത്തിലെ ഏറ്റവും 4ാമത്തെ വലിയ സാമ്പത്തിക ശക്തിയായിട്ട് IMFൻ്റെ കണക്ക് പ്രകാരം നമ്മൾ വന്നിരിക്കുന്നു. നമുക്ക് മുകളിൽ നിൽക്കുന്നത് ജർമ്മനി, ചൈന ആൻഡ് അമേരിക്ക മാത്രമല്ല. അപ്പം ജർമ്മനിയെ കടക്കാൻ വലിയ പാടൊന്നുമില്ല. നമ്മളൊന്ന് ആഞ്ഞ് പിടിച്ചു കഴിഞ്ഞാൽ 2028-29 കാലഘട്ടത്തിന് മുമ്പേയൊക്കെ തന്നെ ഒരു 2-3 വർഷത്തിനകത്ത് തന്നെ നമുക്ക് ജർമ്മനിയെ വേണമെങ്കിൽ സർപ്ലസ് ചെയ്യാനുള്ള ഒരു സാധ്യതയും കാണും. അങ്ങനെയാണെങ്കിൽ നമ്മൾ ലോകത്തിലെ 3ാമത്തെ വലിയ സാമ്പത്തിക ശക്തിയായിട്ട് മാറാനുള്ള കാര്യം കഴിഞ്ഞ ആഴ്ചത്തെ ഇന്ന് വന്ന റിപ്പോർട്ടിലുണ്ട്. അതിനുശേഷം നമുക്കൊന്ന് 2 പോസിറ്റീവ് ന്യൂസ് എന്ന് പറഞ്ഞാൽ റിസർവ് ബാങ്കിൻ്റെ ഭാഗത്ത് നിന്ന് 2.7 lakh crore ഡിവിഡൻഡ് ഗവൺമെൻറ് ബാങ്കിന് കൊടുത്തിട്ടുണ്ട്. അത് വളരെയധികം പോസിറ്റീവായ ഒരു കാര്യമാണ്. ഗവൺമെൻറ്റിൻ്റെ ധനക്കമ്മി കുറയ്ക്കുവാനും ബാക്കിയുള്ള നമ്മളെ GDPയുടെ ഒരു ഗ്രോത്ത് കൂട്ടാനും കറണ്ട് അക്കൗണ്ട് ഡെഫിസിറ്റ് കുറയ്ക്കാനൊക്കെ ഇത് വളരെയധികം സഹായിക്കുന്നത്. അതുകൂടാതെ PSU ബാങ്ക് ഹയസ്റ്റ് എവർ പ്രോഫിറ്റ് ഷെയർ ആണ് നമ്മുടെ ആർക്ക് കൊടുത്തേക്കുന്നത്? ഗവൺമെൻറ്റിന്. അപ്പം ചുരുക്കി പറഞ്ഞാൽ നമ്മളെ ഗവൺമെൻറ്റിന് നല്ല രീതിയിലുള്ള ഒരു പൈസ കിട്ടേണ്ട ഒരു പൈസ ഗവൺമെൻറ്, അതായത് പബ്ലിക് സെക്ടേഴ്സിൻ്റെ ഭാഗത്തു നിന്നും PSU ബാങ്ക്സ് PSU സെക്ടേഴ്സ് കൊടുത്തിരുന്നു. അതുകൂടാതെ റിസർവ് ബാങ്കും നല്ല രീതിയിൽ എമൗണ്ട് ഗവൺമെൻറ്റിന് കൊടുത്ത് ഗവൺമെൻറ്റിൻ്റെ കറണ്ട് അക്കൗണ്ട് ഡെഫിസിറ്റ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിന് സഹായിക്കുന്ന രീതിയിലുള്ള ഒരു നല്ലൊരു പോസിറ്റീവായ ഒരു ഘടകം കഴിഞ്ഞ ആഴ്ച നമ്മുടെ മാർക്കറ്റിൽ വന്നത്. കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് ബാങ്ക് വന്നത്. പക്ഷേ ട്രംപ് അണ്ണൻ്റെ ഒരു താരിഫിൻ്റെ കേസ് അമേരിക്കൻ മാർക്കറ്റിൽ ആപ്പിൾ ടീം കുക്കിനടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ യൂറോപ്പിനെതിരെ ടാക്സ് താരിഫ് കൊടുക്കുമെന്ന് പറഞ്ഞു. ആപ്പിൾ ഇന്ത്യയിൽ ഉത്പാദിപ്പിച്ച് അവിടെ വിൽക്കുകയാണെങ്കിൽ 25% താരിഫൊക്കെ കൊടുക്കുമെന്നൊക്കെ രീതിയിൽ ട്രംപ് അണ്ണൻ ചെറിയ വിരട്ടലൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പം നമുക്ക് ട്രംപ് അണ്ണനോട് നമ്മുടെ ഈ വീടിൻ്റെ ഐശ്വര്യം ട്രംപ് അണ്ണൻ എന്ന് പറയുമ്പോൾ നമ്മുടെ മാർക്കറ്റിൻ്റെ ഐശ്വര്യം ട്രംപ് അണ്ണനാണ്. സോ ട്രംപ് അണ്ണൻ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുമ്പോൾ നമുക്ക് വളരെയധികം പോസിറ്റീവായ രീതിയിൽ വരും. നമ്മുടെ മാർക്കറ്റിൽ മൂവ്മെൻറ്റ് കിട്ടും. നമ്മളെ സംബന്ധിച്ച് സ്കാൽപ്പേഴ്സ് അല്ലെങ്കിൽ ട്രേഡേഴ്സായ നമുക്ക് മൂവ്മെൻറ്റ് കിട്ടിയില്ലെങ്കിൽ എല്ലാം സങ്കടമുള്ളൂ. സോ മൂവ്മെൻറ്റ് വരാനുള്ള ചാൻസിൽ വളരെയധികം മൂവ്മെൻറ്റ് ഉണ്ട്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ മാർക്കറ്റ് ഒരു ബ്രേക്ക് ഔട്ട് അല്ലെങ്കിൽ ഒരു ബ്രേക്ക് ഡൗണിലേക്കുള്ള ചാൻസ് കൂടുതലാണ്. എൻ്റെ ഒരു കണക്ക് പ്രകാരം ഞാൻ ഒരു 75% മുകളിൽ അല്ലെങ്കിൽ 80% മുകളിൽ ഞാൻ ചാൻസ് വയ്ക്കുന്നത് ബാങ്ക് നിഫ്റ്റിക്ക് ഒരു അപ്സൈഡ് ബ്രേക്ക് ഔട്ട് വരാനുള്ള ചാൻസ് വളരെയധികം കൂടുതൽ. ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ മാർക്കറ്റ് മതിയായ രീതിയിലുള്ള ഒരു ബാലൻസ് മൂവ് കഴിഞ്ഞ കുറേ ദിവസങ്ങളെ തന്നു. ഇനി നമുക്ക് എന്ത് തരണം? മാർക്കറ്റ് ഒരു ഇംബാലൻസ് മൂവിലേക്കുള്ള സമയം അതിക്രമിച്ച് കഴിഞ്ഞിരിക്കുന്നു. പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റിയിൽ അത് കൃത്യമായ രീതിയിലേക്ക് അതിക്രമിച്ച് കഴിഞ്ഞിരിക്കുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ നടക്കുന്നത്. നമുക്ക് നോക്കേണ്ടത് നമ്മളെ ബാങ്ക് നിഫ്റ്റിയിലെ മാർക്കറ്റ് പ്രൊഫൈൽ പ്രകാരം നിങ്ങൾ വീക്കിലി ചാർട്ട് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുക? മാർക്കറ്റ് പ്രൊഫൈലിനകത്ത് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ വീക്കിലിക്ക് വരെ കൊടുക്കുക. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു? ഡെയിലി കൊടുക്കുക. അപ്പോൾ ഡെയിലി കൊടുക്കുമ്പോൾ ഡെയിലി എടുക്കുക, വീക്കിലി കൊടുക്കാം വീക്കിലി വരും, മന്ത്ലി കൊടുത്താൽ മന്ത്ലി വരും. നിങ്ങൾ ചുരുക്കി പറഞ്ഞാൽ നിങ്ങൾക്ക് മാർക്കറ്റ് പ്രൊഫൈലിൻ്റെ ചാർട്ടുകളെല്ലാം കാണാനും
അത് കൃത്യമായ രീതിയിൽ ഉപയോഗിക്കാൻ ഈ എന്താണ് ഈ സെഷൻസിനോടെ ബാക്ക്ഗ്രൗണ്ടോടെ നമ്മൾ എന്ത് കൊടുക്കുക, സെഷനോടെ മന്ത്ലി അല്ലെങ്കിൽ ഓട്ടോ ഡെയിലി അങ്ങനെ കൊടുത്താൽ നമുക്ക് ആ രീതിയിലേക്ക് മാറിക്കൊടുക്കാൻ പറ്റും. നിങ്ങൾ നോക്കാം, ചുരുക്കി പറഞ്ഞാൽ ബാങ്ക് നിഫ്റ്റി നിങ്ങൾ നോക്കുമ്പോൾ അറിയാം, ബാങ്ക് നിഫ്റ്റി ഒരു നോർമൽ വേരിയേഷൻ അപ്പ് ഡേ ആയിരുന്നു കഴിഞ്ഞ വെള്ളിയാഴ്ച സംഭവിച്ചത്. മാർക്കറ്റ് കയറി പോവുകയും ഇമ്പോർട്ടൻ്റ് ആയ ഒരു ഏരിയയുടെ ഭാഗത്ത് 55,400 ഭാഗത്തേക്കാണ് നമ്മുടെ ബാങ്ക് നിഫ്റ്റി ക്ലോസ് ചെയ്യുന്നത്. നമ്മളെ സംബന്ധിച്ച് ചുരുക്കി പറഞ്ഞാൽ എന്നെ സംബന്ധിച്ച് നമ്മുടെ ബുള്ളിഷ് റെഫറൻസ് എന്ന് പറയുമ്പോൾ ഈ 55,625 മുകളിൽ മാർക്കറ്റ് നിൽക്കുകയാണെങ്കിൽ മാത്രം നല്ല രീതിയിലൊരു ബുള്ളിഷ് ബ്രേക്ക്ഔട്ട് വരാനുള്ള ചാൻസ് ബാങ്ക് നിഫ്റ്റി കൂടുതലാണ്. നമ്മുടെ പി യു സി നിൽക്കുന്നത് 55,330 ഭാഗത്താണ് പി യു സി നിൽക്കുന്നത്. അപ്പോൾ ഞാൻ ഈ എന്താണ് ഈ ഒരു പി യു സി എന്ന് കൃത്യമായ രീതിയിലേക്ക് മാർക്ക് ചെയ്ത് വയ്ക്കുക. 55,000 നമ്മുടെ ബാങ്ക് നിഫ്റ്റിയുടെ പി യു സി നിൽക്കുന്നത് എവിടെയാണ്? 55,400 ബാങ്ക് നിഫ്റ്റിയുടെ പി യു സി എന്ന് പറയുമ്പോൾ 55,335 ഭാഗത്താണ് പി യു സി. അപ്പോൾ ഞാൻ ആ ബാങ്ക് നിഫ്റ്റിയുടെ പി യു സി ഒന്ന് കൃത്യമായ രീതിയിലേക്ക് മാർക്ക് ചെയ്തിട്ട് ആദ്യം ബാങ്ക് നിഫ്റ്റി എടുക്കുക. ഞാൻ എന്ത് ചെയ്തു, എൻ്റെ പി യു സി ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചു. ബാങ്ക് നിഫ്റ്റിയുടെ പി യു സി നിൽക്കുന്ന എത്രയാണ്? 55,355. സോ ഞാൻ ആ പി യു സി എഴുതിയിട്ടുണ്ട്. പി യു സി വരുന്നത് 55,355. ഞാൻ കറുത്ത ബാക്ക്ഗ്രൗണ്ട് ഉപയോഗിക്കുന്നതുകൊണ്ടാണ് ഈ ഒരു രീതിയിലേക്ക് വെള്ളം ഇത് വെച്ചത്. സോ 55,355 ആണ് പി യു സി. ഞാൻ ആ പി യു സി മാർക്ക് ചെയ്ത് വെച്ചു. ഇനി നമുക്ക് നോക്കേണ്ടത്, ഇനി നമുക്ക് കൃത്യമായി നമുക്ക് ബുള്ളിഷ് റെഫറൻസ് 55,625 മുകളിൽ നിൽക്കുകയാണെങ്കിൽ മാത്രമേ ബാങ്ക് നിഫ്റ്റിയിൽ ഒരു ബുള്ളിഷ് റെഫറൻസ് പറയത്താണ്. 55,625 മുകളിൽ നിൽക്കുകയാണെങ്കിൽ മാത്രം നിങ്ങൾ ബാങ്ക് നിഫ്റ്റിയിൽ ബുള്ളിഷ് റെഫറൻസ് പറയുമ്പോൾ ഞാൻ ഒരു കളർ മാറ്റി കൊടുക്കും. നമുക്ക് കണ്ണിന് പറ്റുന്ന രീതിയിലുള്ള കളറാണല്ലോ. 55,365 55,625 മുകളിൽ നിൽക്കുകയാണെങ്കിൽ മാത്രം ബാങ്ക് നിഫ്റ്റിയിൽ നിങ്ങളൊരു ബൈയെ കുറിച്ച് ചിന്തിച്ചാൽ മതി. സോ ഇപ്പോൾ മാർക്കറ്റ് 400 മുകളിൽ നിൽക്കുകയാണ്. സോ നമ്മൾ എപ്പോഴും നോക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ 55,525 മുകളിൽ 625 മുകളിൽ നിൽക്കുകയാണെങ്കിൽ മാത്രം ബാങ്ക് നിഫ്റ്റിയിൽ നിങ്ങളൊരു ബൈയെ കുറിച്ച് ചിന്തിച്ചാൽ മതി. അതിന് മുകളിൽ നിൽക്കുകയാണെങ്കിൽ ഫസ്റ്റ് ടാർഗറ്റ് എന്നുള്ള മാർക്കറ്റ് എവിടെ പോവാം? ബാങ്ക് നിഫ്റ്റി നമ്മൾ എങ്ങോട്ട് പോകാനുള്ള ചാൻസ് ഉണ്ട്? ഫസ്റ്റ് ടാർഗറ്റ് എന്ന് പറയുമ്പോൾ ഈ ബാങ്ക് നിഫ്റ്റി പറയുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റി ആശാൻ ഫസ്റ്റ് ടാർഗറ്റ് എന്ന് പറയുമ്പോൾ ക്ലിയറായി പറയുകയാണെങ്കിൽ 55,000 ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് 55,822 ഭാഗത്തേക്ക് പോകും. ഫസ്റ്റ് ടാർഗറ്റ് എന്ന് പറയുമ്പോൾ 55,831 ബാങ്ക് നിഫ്റ്റിയുടെ ഫസ്റ്റ് ടാർഗറ്റ്. എത്രയാണ് ഫസ്റ്റ് ടാർഗറ്റ് എന്ന് പറയുമ്പോൾ? 55,831 55,831 ബാങ്ക് നിഫ്റ്റിയുടെ ഫസ്റ്റ് ടാർഗറ്റ്. അത് ഞാൻ മാർക്ക് ചെയ്ത് വെച്ചു. എന്താണ്? R1. സോ R1 എത്രയാണ്? 55,831. അത് ഞാൻ മാർക്ക് ചെയ്ത് വെച്ചു. അതിന് മുകളിൽ ബാങ്ക് നിഫ്റ്റി നിൽക്കുകയാണെങ്കിൽ കൃത്യമായ രീതിയിൽ പറയുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റിക്ക് പഴയ ടാർഗറ്റായ 56,097 ഭാഗത്തേക്കും പോകും. എത്രയാണ്? 56,097 ഭാഗത്തേക്കും 56 56,000 R2 എന്ന് പറയുമ്പോൾ 56,097 ഭാഗത്തേക്കും പോകാനുള്ള ചാൻസ് ഉണ്ട്. ഈ 56,097 പൊട്ടുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റി സ്പോട്ടിൽ ഒരു മെഗാ റാലിക്ക് ചാൻസ് ഉണ്ട്. ഇത്തവണ അത് 57,000 വേണമെങ്കിൽ 58,000 വരെ രീതിയിലേക്ക് കാരണം മാർക്കറ്റ് പോകാനുള്ള ചാൻസ് വളരെയധികം കൂട്ടും. ചുരുക്കി പറഞ്ഞാൽ 55,620 മുകളിൽ സസ്റ്റെയിൻ ചെയ്യുമെങ്കിൽ 55,831 56,097 ഭാഗത്തേക്ക് പോകാനും. ഇനി നമുക്ക് ബെയറിഷ് റെഫറൻസ് എന്ന് പറയുമ്പോൾ ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് ബെയറിഷ് റെഫറൻസ് ഇവിടെ സ്റ്റാർട്ട് ചെയ്തെങ്കിൽ 55,000 താഴെ സ്പോട്ട് നിൽക്കുകയാണെങ്കിൽ വീണ്ടും നമ്മൾ പഴയ പുതിയ കുപ്പിയിലേക്ക് വരും. എത്രയാണ്? 55,000 താഴെ മാർക്കറ്റ് നിൽക്കുകയാണെങ്കിൽ നമ്മൾ ബെയറിഷ് റെഫറൻസ് 55,000 ആണ്. 55,000 താഴെ മാർക്കറ്റ് നിൽക്കുകയാണെങ്കിൽ മാർക്കറ്റ് താഴേക്ക് വീണ്ടും അടിക്കാം. ബെയറിഷ് റെഫറൻസ് എന്ന് പറയുമ്പം 55,000 ആണ്. സോ അതിൻ്റെ ഒരു കളർ ഞാൻ വെച്ചേക്കാം. ഒരു എന്താണ് നമുക്ക് പച്ച അല്ലെങ്കിൽ നമുക്കൊരു പച്ച കളർ വെച്ചേക്കാം. സോ 55,000 താഴെ പൊട്ടുകയാണെങ്കിൽ പച്ച വേണ്ട, ചുവപ്പിൽ വെച്ചേക്കാം. 55,000 പൊട്ടുകയാണെങ്കിൽ മാർക്കറ്റ് എങ്ങോട്ട് പോകും? ഫസ്റ്റ് ടാർഗറ്റ് എന്ന താഴേക്ക് വരാനുള്ള ചാൻസ് കുഴപ്പം. 55,000 പൊട്ടുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റി എങ്ങോട്ട് പോകും? അതാണ് ഏറ്റവും വലിയ കാര്യം. 55,000 പൊട്ടുന്ന സമയത്ത് ഫസ്റ്റ് ടാർഗറ്റ് എന്ന നിലയിൽ മാർക്കറ്റ് 54,790 വരെ പോകും. ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പി യു സി ആയ 54,790 വരെ പോകാം. ഫസ്റ്റ് ടാർഗറ്റ് എന്ന് പറയുമ്പോൾ 54,790 വരെ പോകാം. S1 എന്ന് പറഞ്ഞാൽ ബാങ്ക് നിഫ്റ്റിക്ക് വീണ്ടും ഓർത്തോളുക 54,791 ഭാഗത്തേക്ക് വരാം ഫസ്റ്റ് ടാർഗറ്റ്. അതിന് താഴെ അടുത്ത നിൽക്കുകയാണെങ്കിൽ ചുരുക്കി പറഞ്ഞാൽ വീണ്ടും 54,600 54,570 ഭാഗത്തേക്ക് പോകും. സ്പോട്ട് സെക്കൻഡ് ടാർഗറ്റ് എന്ന് പറയുമ്പോൾ 54,570 54,000 S2 എന്ന് പറയുന്നത് 54,570 ഭാഗത്തേക്കും
570 ഭാഗത്തേക്കും വരാനുള്ള ചാൻസ് കൂടുതൽ. ചുരുക്കി പറഞ്ഞാൽ നമ്മൾ എന്താണ്, പൊട്ടുകയാണെങ്കിൽ നല്ല രീതിയിൽ താഴേക്ക് വരാനും ഇല്ലെങ്കിൽ ഈ ഒരു റേഞ്ച് മെയിൻറ്റെയിൻ ചെയ്ത് മുകളിലോട്ട് പോകാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. കാരണം ഈ ആഴ്ച നമുക്ക് കുറേ ന്യൂസുണ്ട്. തിങ്കളാഴ്ച വെളുപ്പാങ്കാലത്ത് നമ്മൾ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നതിന് മുമ്പേ ഫെഡറൽ റിസർവിൻ്റെ ചെയർമാനായ പവലിൻ്റെ സ്പീച്ച് ഉണ്ട്. പിന്നെ നമുക്ക് ഈ ആഴ്ച വരുന്ന ദിവസം നമുക്ക് അമേരിക്കൻ മാർക്കറ്റിൽ കൺസ്യൂമർ കോൺഫിഡൻസ് ഡേറ്റ ഉണ്ട്, ഇന്ത്യയുടെ ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ ഡേറ്റ ഉണ്ട്, FOMCയുടെ മീറ്റിംഗ് മിനിറ്റ്സ് ഉണ്ട്, US-ൻ്റെ GDP ഉണ്ട്, ഇന്ത്യൻ GDP ഉണ്ട്. ഇന്ത്യയുടെ GDPയും FX റിസർവിനെ കുറിച്ചുള്ള ഡേറ്റ ഉണ്ട്. അത് കൂടാതെ വെള്ളിയാഴ്ച US-ൻ്റെ ഡിഫറെൻറ്റ് ഡേറ്റാസ് ഒക്കെ. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഈ ആഴ്ച ഇഷ്ടംപോലെ ഡേറ്റ ഉള്ളൊരു വീക്കും കൂടെയാണ്. അത് കൂടാതെ നമ്മുടെ മന്ത്ലി എക്സ്പയറിയും കൂടെയാണ് ഈ ആഴ്ച വരാൻ പോകുന്നത്. അപ്പം നിങ്ങളുടെ മനസ്സിൽ ഓർത്തോളുക, 56,097 മുകളിൽ ബാങ്ക് നിഫ്റ്റി സസ്റ്റെയിൻ ചെയ്ത് ക്ലോസ് ചെയ്യുകയാണെങ്കിൽ സ്പോട്ടിൽ ഒരു മെഗാ റാലിക്ക് ബാങ്ക് നിഫ്റ്റിയിൽ ചാൻസ് ഉണ്ട്. അത് 58,000 വരെ വരാം, 57,000 അതിന് മുകളിൽ 58,000 വരെ വരാനുള്ള ചാൻസ് ബാങ്ക് നിഫ്റ്റിയിൽ ഞാൻ കാണുന്നു. ഇനി ഓർത്തോളുക, ഈ 54,570 പൊട്ടുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റി നല്ല രീതിയിൽ ഹെവി സെല്ലിങ് വരാനും അത് 53,000-ൻ്റെ ആ റേഞ്ചൊക്കെ എത്താനുള്ള ചാൻസും വളരെയധികം കുറവ്. ചുരുക്കി പറഞ്ഞാൽ നിങ്ങളുടെ മനസ്സിൽ ഓർത്തോളം നമ്മുടെ S2-വും നമ്മുടെ R2-വും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. S2-നും S2-ന് താഴെയും അല്ലെങ്കിൽ R2-ന് മുകളിലും മാർക്കറ്റ് ക്ലോസ് ചെയ്യുമെങ്കിൽ ഹെവി സെല്ലിങ് വരാനുള്ള ചാൻസ് വളരെയധികം മാർക്കറ്റിൽ കൂടുതലാണ്. ഇത് നമ്മൾ കൃത്യമായ രീതിയിലേക്ക് ഓർത്തു വയ്ക്കേണ്ട ആവശ്യമുണ്ട്. നമ്മൾ നിഫ്റ്റി നോക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും, നിഫ്റ്റി ഒരു റേഞ്ച് ആയിരുന്നു. നിഫ്റ്റിയെ സംബന്ധിച്ച് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നിഫ്റ്റി ഒരു റേഞ്ചിലേക്ക് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. നിഫ്റ്റി ഒരു നോർമൽ വേരിയേഷൻ അപ്പ് ഡേ ഒക്കെ ആയിരുന്നു കഴിഞ്ഞത്. നമ്മുടെ POC നിൽക്കുന്നത് 24,866-ൻ്റെ ഭാഗത്താണ് POC നിൽക്കുന്നത്. 24,867 നമ്മുടെ POC വന്നിരിക്കുന്നത്. അപ്പോൾ ഞാൻ ആ POC ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചു. POC വെള്ള കളർ വെച്ചിരിക്കുന്നത് കാരണം വേറെ ഒന്നുമില്ല, നമുക്ക് ഈസിയായി ഐഡൻറ്റിഫൈ ചെയ്യാൻ വെച്ചിരിക്കുന്നു. നിഫ്റ്റിയുടെ നമ്മുടെ ബുള്ളിഷ് റെഫറൻസ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിലോർത്തോളുക, 25,000-ന് മുകളിൽ മാത്രമേ നമുക്കൊരു ബുള്ളിഷ് റെഫറൻസ് സ്പോട്ടിൽ എടുക്കാൻ പറ്റുള്ളൂ. 25,000 നമ്മളെ സംബന്ധിച്ച് എത്രയാണ്? നമ്മുടെ സ്പോട്ടിലെ ബുള്ളിഷ് റെഫറൻസ് എന്ന് പറയുമ്പോൾ 25,000 ബുള്ളിഷ് റെഫറൻസ്. അതിന് മുകളിൽ മാത്രമേ നിങ്ങളൊരു ഫ്രഷ് ബൈയെക്കുറിച്ച് ചിന്തിക്കാവുള്ളൂ. 25,000 അതിന് മുകളിൽ നിൽക്കുകയാണെങ്കിൽ മാത്രം ഒരു ബൈയെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ചാൽ മതി. ഇല്ല എങ്കിൽ മാർക്കറ്റ് ഈ ഒരു റേഞ്ച് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ഒരു ചാൻസ് കൂടുതലാണ്. 25,000-ന് മുകളിൽ മാർക്കറ്റ് നിൽക്കുകയാണെങ്കിൽ നിഫ്റ്റിയെ സംബന്ധിച്ച് എവിടെ വരെ പോകും? ഫസ്റ്റ് ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ 25,071. നമ്മുടെ ഇന്നലത്തെ ആ സ്പോട്ടിൽ കഴിഞ്ഞ തിങ്കളാഴ്ച വന്ന FA പോയിന്റ് 25,071, 25,000 നമ്മളെ സംബന്ധിച്ച് അപ്പർ ടാർഗറ്റ് എന്ന് പറയുമ്പോൾ 25,061 എന്ന് പറയുമ്പം 25,071-ൻ്റെ ഭാഗത്ത് 25,071-ൻ്റെ ഭാഗത്തേക്ക് പോവാം. അതായിരിക്കും നമ്മളെ സംബന്ധിച്ചുള്ള R1. അതിന് മുകളിൽ അടുത്ത വരുന്ന നമ്മൾ ടാർഗറ്റ് എന്ന് പറയുമ്പോൾ 25,120-ൻ്റെ ഭാഗത്തേക്ക് നമുക്ക് 25,120. ഈ 25,120 അത് നമ്മളെ സംബന്ധിച്ചുള്ള ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് ഏരിയയാണ്. 25,120 സ്പോട്ട് 126 25,126 ഇത് സ്പോട്ട് പൊട്ടുകയാണെങ്കിൽ നിഫ്റ്റിയെ സംബന്ധിച്ചൊരു ഫ്രഷ് മൂവ്മെൻറ്റ് അത് 25,400 അല്ലെങ്കിൽ 25,500-ൻ്റെ ഭാഗത്തേക്ക് വരാനുള്ള ചാൻസ് നിഫ്റ്റിക്ക് വളരെ കൂടുതലാണ്. ചുരുക്കി പറഞ്ഞാൽ 25,000-ന് മുകളിൽ 25,071, 25,126. പിന്നെ 126 പൊട്ടുകയാണെങ്കിൽ 25,500 വരെ വരാനുള്ള ചാൻസ് നിഫ്റ്റിയെ സംബന്ധിച്ച് കൂടുതലാണ്. നമ്മളെ സംബന്ധിച്ച് വളരെ നെഗറ്റീവ് ന്യൂസ് ഒന്നും മാർക്കറ്റിലില്ല. അപ്പോൾ അതുകൊണ്ട് അത് വ്യക്തമായി നിങ്ങളെ മനസ്സിൽ ഓർത്ത് വെച്ചിരിക്കുക. ഇനി സെല്ലിംഗ് എന്ന് പറഞ്ഞ് നമ്മളെ മാർക്കറ്റിൽ നിൽക്കുകയാണെങ്കിൽ നിങ്ങൾ കാര്യം ഓർത്തുകൊള്ളുക, നിഫ്റ്റിയിൽ സെല്ലിംഗ് എന്ന് പറയുമ്പോൾ 24,682 അല്ലെങ്കിൽ 24,750-ക്ക് താഴെ നിൽക്കുകയാണെങ്കിൽ മാത്രമേ നമുക്കൊരു സെല്ലിങ്ങിനെ കുറിച്ച് ചിന്തിക്കുള്ളൂ. നമ്മളെ ബെയറിഷ് റെഫറൻസ് എന്ന് പറയുമ്പം 24,750-ക്ക് താഴെ മാത്രമേ ഉള്ളൂ. 24,750 അത് നമുക്ക് അങ്ങനെ വന്നാൽ നമ്മുടെ മാർക്കറ്റ് വീണ്ടും പഴയ വീഞ്ഞ് പുതിയ കുപ്പിയിൽ എന്ന് പറഞ്ഞാൽ ആ ഒരു മെത്തേഡിലേക്ക് മാർക്കറ്റ് വരും. 24,750-ക്ക് താഴെ മാർക്കറ്റ് നിൽക്കുകയാണെങ്കിൽ ഫസ്റ്റ് ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചുള്ള എന്താണ് ഇത് 24 ടാർഗറ്റ് 24,680. നമ്മളെ സംബന്ധിച്ചുള്ള ഫസ്റ്റ് ടാർഗറ്റ് POC ആയ 24,680 അതാണ് നമ്മളെ സംബന്ധിച്ചുള്ള ഫസ്റ്റ് ടാർഗറ്റ്. 24S1 എന്ന് പറഞ്ഞാൽ 24,680 ആണ്. 24,680-ൻ്റെ ഭാഗത്തേക്ക് വരാനും നമ്മളെ ഫസ്റ്റ് ടാർഗറ്റ് ആണ് 24,680 അവിടെ വരാനും. ആ 24,680 പൊട്ടുകയാണെങ്കിൽ അടുത്ത വരാൻ പോകുന്നത് 24,57 നമ്മളെ 562 എന്ന് പറഞ്ഞാൽ ഈ POC 560-ൻ്റെ ഭാഗത്തേക്ക് 24,560-ൻ്റെ ഭാഗത്തേക്ക് വരാം. അത് കുറച്ച് നീളം കൂടുതലാണ്. S2 എന്ന് പറയുമ്പോൾ കുറച്ച് നീളം കൂടുതലാണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ കഴിഞ്ഞ വ്യാഴാഴ്ചത്തെ POC ആയ 24,560-യുടെ ഭാഗത്തേക്ക് നിഫ്റ്റി വരാനുള്ള ചാൻസും വളരെയധികം കൂടുതൽ. ചുരുക്കി പറഞ്ഞാൽ നമ്മളെ സംബന്ധിച്ച് എന്താണ് നമ്മുടെ മാർക്കറ്റിൽ, അതായത് മാർക്കറ്റ് നോക്കിക്കഴിഞ്ഞാൽ 24,750 പൊട്ടുകയാണെങ്കിൽ നമ്മുടെ മാർക്കറ്റ് വീണ്ടും ഒരു ബെയറിഷ് മൂവ്മെൻറ്റിലേക്ക് സ്റ്റാർട്ട് ചെയ്യാനും അത് 24,680 അത് പൊട്ടുകയാണെങ്കിൽ കഴിഞ്ഞ വ്യാഴാഴ്ചത്തെ POC ആയ 24,560 വരാനുള്ള ചാൻസും കൂടുതലാണ്. 24,560 നമ്മളെ മാർക്കറ്റ് പൊട്ടുകയാണെങ്കിൽ നിങ്ങളെ മനസ്സിൽ ഓർത്തോളുക, നമ്മൾ കഴിഞ്ഞ മൺഡേ ആയ 24
മെയ് 9 POC ആയ 24,015 ഭാഗത്തേക്ക്, അല്ലെങ്കിൽ 24,015 എന്ന് പറഞ്ഞ ആ ഒരു റേഞ്ചിൻ്റെ ഭാഗത്തേക്ക് വരാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. അപ്പോൾ ഈ ആഴ്ച നമുക്ക് നോക്കേണ്ട ഇമ്പോർട്ടൻറ്റ് കാര്യം, തിങ്കളാഴ്ച വെളുപ്പാങ്കാലത്ത് വരുന്ന ഫെഡറൽ റിസർവിൻ്റെ സ്പീച്ച് ഉണ്ട്. പിന്നെ കൺസ്യൂമർ കോൺഫിഡൻസ്, നമ്മൾക്ക് ഈ വരാൻ പോകുന്ന വെള്ളിയാഴ്ച, അടുത്ത വെള്ളിയാഴ്ച വരാൻ പോകുന്ന ഇന്ത്യയുടെ GDP, അതിനു മുമ്പേ വരുന്ന US GDP, ഇങ്ങനെയുള്ള പല കാര്യങ്ങളും നമ്മുടെ മാർക്കറ്റിൽ ബാധിക്കും. അതുകൂടാതെ നമ്മുടെ ട്രംപ് അണ്ണൻ്റെ നാവ് നമുക്ക് നല്ല രീതിയിലുള്ള ഒരു എന്താണ് ഫാസ്റ്റ് മൂവ്മെൻറ്റ് അല്ലെങ്കിൽ ഫെയിൽഡ് മൂവ്മെൻറ്റ് തരാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. സോ 56,100-നും 25,126-നും മുകളിൽ മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്യുമെങ്കിൽ ഫർദർ ഒരു റാലിക്ക് നമ്മുടെ മാർക്കറ്റിൽ സാധ്യമാണ്. എല്ലാവരും കാണുക, വീഡിയോ കാണുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഗോ ചാർട്ടിങ്ങിൽ എങ്ങനെ നിങ്ങൾ സെറ്റിങ്സ് വയ്ക്കണമെന്ന് പറഞ്ഞുള്ള വീഡിയോ ഇന്നലെ ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഗോ ചാർട്ടിങ് യൂസ് ചെയ്യുന്ന ആൾക്കാർ അത് കൃത്യമായ രീതിയിൽ കാണുവാൻ ശ്രമിക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എൻ്റെ കമ്പനിയിൽ കാണിച്ച നമ്പറിൽ ബന്ധപ്പെടുകയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ്. അതുകൂടാതെ നമ്മുടെ ട്രിവാൻഡ്രത്തെ ട്രേഡ് ഫ്ലോറിൽ പുതിയൊരു എക്സ്പാൻഷൻ കൂടെ ചെയ്തതിന് ശേഷം ഒരു 5 സീറ്റും കൂടെ നമുക്ക് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ട്രിവാൻഡ്രത്ത് വന്ന് എൻ്റെ കൂടെ ഇവിടെ കുറേ ടീമുണ്ട്, അവരെ കൂടെ ഇരുന്ന് ട്രേഡ് ചെയ്യണമെന്ന് നിങ്ങൾ പ്രൊഫഷണൽ രീതിയിൽ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഈ കമ്പനിയിൽ കാണിച്ച നമ്പറിൽ ബന്ധപ്പെടുക. എല്ലാവർക്കും ഹാപ്പി സൺഡേ, ടേക്ക് കെയർ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സുരക്ഷിതമായിട്ടിരിക്കാൻ ശ്രമിക്കുക, മഴയത്ത് അധികം പുറത്തുനിന്ന് ഇറങ്ങാതിരിക്കാൻ ശ്രമിക്കുക. സോ ഹാപ്പി സൺഡേ ടു ഓൾ ഓഫ് യു.